ഞാൻ നിന്റെ അടുക്കലേക്ക് എന്റെ കൈകളെ നീട്ടി. യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശ്രേഷ്ഠമായ വലിയ നോമ്പിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഓരോ നോമ്പ് കാലവും ആർജനത്തിനുള്ള സമയമാണ്. ഈ നോയമ്പിൽ നാം ആർജിച്ചെടുക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദൈവികമായ അനുഗ്രഹങ്ങളുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദൈവികമായ അനുഗ്രഹങ്ങളും ആർജിച്ചെടുക്കുന്നതിന് നാം നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം വർജിക്കേണ്ടതുണ്ട്. ബോധപൂർവം വർജിക്കുമ്പോഴാണ് ബോധ്യത്തോടുകൂടി ആർജിക്കുവാനായിട്ട് ദൈവസൃഷ്ടിയായ മനുഷ്യന് സാധിക്കുന്നത്. നാം ആർജിച്ചെടുക്കേണ്ടത് കുറേയേറെ നല്ല ശീലങ്ങളും ധാർമ്മികമായ മൂല്യങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷങ്ങളുമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ. ഒരു മനുഷ്യൻ ദൈവത്തോടു കൂടിയായിരിക്കുമ്പോൾ അവൻ വർജിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ആർജിച്ചെടുക്കേണ്ടുന്ന പൈതൃകത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 27-ാം വാക്യത്തിൽ യേശുതമ്പുരാൻ പഠിപ്പിക്കുകയാണ്, എന്നെ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നു. എന്നിട്ട് തമ്പുരാൻ 9ഓളം കാര്യങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദോഷിക്കുന്നവന് നിങ്ങൾ നന്മ ചെയ്യണം, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങളെ ബലമായി കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടം കാണിച്ചു കൊടുക്കുക, പുറംകുപ്പായം എടുത്തുകൊണ്ട് പോകുന്നവനിൽ നിന്ന് നിന്റെ ഉൾക്കപ്പായം നീ തടയരുത്, നിന്നോട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കണം, നിന്റേതായിരിക്കുന്നത് എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മനുഷ്യർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് ചെയ്യണമെന്ന്. നമുക്ക് ആർജിക്കാനുള്ള ഏറ്റവും നല്ല ഉദാത്തമായ കാര്യം മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മളും മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ്. ഈ കൊച്ചു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മനുഷ്യനായിട്ട് കടന്നു പോകുമ്പോൾ നാം ഓർക്കുക, നാം കാണുന്ന ഓരോ വ്യക്തിയെയും നാം ഒരുപക്ഷെ അടുത്ത നാൾ കണ്ടുകൊള്ളണമെന്നില്ല. അങ്ങനെയെങ്കിൽ ആ കണ്ടുമുട്ടുന്ന നാഴിക അതിപ്പോൾ മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണെങ്കിൽ നോക്കൂ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമുക്കും പെരുമാറാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ യേശുതമ്പുരാൻ പഠിപ്പിച്ചതായ ഈ ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനീതിയുടെ വഴികളിൽ നടക്കാതെയും പാപികളുടെ ആലോചന നിൽക്കാതെയും പരിഹാസികളുടെ പീഠത്തിന്മേൽ ഇരിക്കാതെയും കർത്താവിൻ്റെ പ്രമാണത്തിൽ പ്രസാദം തോന്നി രാവും പകലും തൻ്റെ വേദപ്രമാണം ധ്യാനിക്കുന്ന മനുഷ്യന് ഭാഗ്യം. അനുഗ്രഹിക്കപ്പെട്ട നോമ്പുകാലമാണല്ലോ. അനീതിയിൽ നിന്ന് മാറി നിൽക്കാം, പാപികളുടെ ആലോചനയിൽ മുഴകാതിരിക്കാം, പരിഹാസികളുടെ പീഠത്തിന്മേൽ അടുക്കാതിരിക്കാം. പിന്നെയോ ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പ്രമാണത്തിൽ പ്രസാദം തോന്നി രാവും പകലും അതിനെ ധ്യാനിച്ച് ഉത്തമമായ ദൈവസൃഷ്ടിയായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കാം. നോമ്പുകാലം അനുഗ്രഹത്തിനായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.